ഞങ്ങൾക്കും ജോയിൻ ചെയ്യാമല്ലോ പാസ്റ്ററെ. എല്ലാവർക്കും പക്ഷെ ഹിന്ദി ആയിരിക്കും കേട്ടോ, ഹിന്ദി ആയിരിക്കും. മീറ്റിംഗ് ഹിന്ദിയില. നോ പ്രോബ്ലം. ഓക്കെ. ഹിന്ദി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജോസ് ബ്രദർ ബാംഗ്ലൂരും ഗുജറാത്തും ഒക്കെ ആയിരുന്നല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. നമ്മെ വീണ്ടെടുത്തവനും നമ്മുടെ പാപങ്ങൾക്ക് സ്വന്തം രക്തത്താൽ പരിഹാരം വരുത്തിയവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ബഹുമാന്യ ദൈവജനത്തിനും കർത്താവിന്റെ ദാസന്മാർക്കും ഇതിനുശേഷം ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം അളവ് കൂടാതെ തരുന്ന വലിയ ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൽ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായും ഈ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ ഹിതവും ഉദ്ദേശവും നമ്മിലൂടെ നിവർത്തിക്കപ്പെടട്ടെ. Let's devote our will for the purposes of God. That is actual worship. Devoting our will, yielding our will for the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി നമ്മുടെ ഹിതത്തെ, നമ്മുടെ ജീവിതത്തെ കീഴാക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലെ ആരാധന. അങ്ങനെ നമ്മെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ വന്ദനങ്ങൾ. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 3:7 വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയ്ക്ക് യേശുക്രിസ്തുവിന്റെ പരിചയപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്. അതിൽ നാം പ്രധാനപ്പെട്ട ആദ്യത്തെ 2 പരാമർശങ്ങൾ യേശുവിന്റെ ദൈവത്വത്തിന്റെ അസന്നിഗ്ധമായ തെളിവുകളായിട്ട് കണ്ടു. അതിൽ ആദ്യത്തേതിനെ പറ്റി നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് നാം ഇപ്പോൾ പഠന വിഷയമാക്കിയിരിക്കുന്നു. വിശുദ്ധനും സത്യവാനും, ഹോലി ആൻഡ് ട്രൂ. പ്രധാനമായും ഇത് രണ്ടും യേശുവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകളായിട്ടാണ് കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സ്തോത്രം. യേശു പകുതി ദൈവമോ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി രൂപപ്പെട്ട അവതാരമോ അല്ല. ജീസസ് ഈസ് നോട്ട് ആൻ ഇൻകാർണേഷൻ. യേശു ഒരു അവതാരമല്ല. ജീസസ് ഈസ് God manifested in the flesh. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവം.
സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ശരീരം യഥാർത്ഥ ശരീരമായിരുന്നു. ഹി വാസ് നോട്ട് എ ഫാൻറ്റം. വെറും ഒരു ആത്മാവായി, ഒരു മായാവിയായിട്ടല്ല യേശു വന്നത്. യേശുവിനെ ഒരു ശരീരത്തിൽ ആൾക്കാർക്ക് ശരീരം ഉള്ളതായിട്ട് തോന്നിയതല്ല. യേശുവിന് ഒരു ശരീരം അക്ഷരീയമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെയുള്ള വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് 1-ാം ലേഖനം 1-ാം അധ്യായം ആദ്യവാക്യങ്ങളിൽ പറഞ്ഞത്, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടത്, തോന്നിയതല്ല, ഞങ്ങൾ തൊട്ട് നോക്കിയതാ. സ്തോത്രം. തൊട്ട് നോക്കിയതാ. ഞങ്ങൾ കണ്ടതാ. കണ്ടപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചൊന്നും കൂടെ നോക്കി കണ്ടു. നോക്കാഞ്ഞപ്പോ ഞങ്ങൾ കണ്ടു, കണ്ടപ്പോ ഞങ്ങള് നോക്കി, സൂക്ഷിച്ചു നോക്കി, ഉറപ്പുവരുത്തി. യാഥാർത്ഥ്യമാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ യേശു ജഡത്തിൽ വന്നത് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ലായിരുന്നു. സ്തോത്രം. ഞങ്ങള് ഞായറാഴ്ചത്തെ സഭായോഗത്തിലെ പഠനത്തിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ജീസസ് എംപ്റ്റീഡ് ഹിംസെൽഫ്. യേശു തന്നെ താൻ ഒഴിച്ചു. ദൈവത്വം ഒഴിച്ചില്ല. സ്തോത്രം. ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവീക ഗുണഗണങ്ങളും കർത്താവ് ഉപേക്ഷിച്ചില്ല, ഒഴിച്ചില്ല. ഓൺലി സം പ്രിറഗേറ്റീവ്സ് ജീസസ് എംപ്റ്റീഡ് ഹിംസെൽഫ് ഓഫ്. പ്രിറഗേറ്റീവിന് ഡിക്ഷണറി കൊടുക്കുന്ന അർത്ഥവും ഞങ്ങൾ അന്ന് കണ്ടു ഞായറാഴ്ച. Some rights and authorities or privileges as a person or as a designated one. ഒരു പ്രത്യേക വ്യക്തിക്ക് അവകാശപ്പെട്ട ചില പദവികൾ, അവകൾ മാത്രമാണ് കർത്താവ് ഒഴിച്ചു വെച്ചത്. Some prerogatives of his divinity. എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്? To make it possible which was impossible for God. ദൈവത്തിന് ഒക്കാത്ത ഒരു കാര്യം സാധിപ്പിക്കാനാണ് യേശു ജഡമെടുത്തത്. ദൈവത്തിന് ഒക്കാത്ത കാര്യമോ? ദൈവത്തിന് ഒക്കാത്ത 1-2 കാര്യങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അത് കൂടാതെ ഒരു കാര്യം, ദൈവത്തിന് ഒക്കാത്ത ഒരു കാര്യം സാധിക്കാൻ വേണ്ടി യേശു ജഡം എടുത്തു. അതെന്തായിരുന്നു? To die. Yes. മരിക്കാൻ. ദൈവത്തിന് എന്ത് സാധ്യമല്ല? മരിക്കാൻ ഒക്കത്തില്ല. മരിക്കാതെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ പറ്റില്ല. അത് ദൈവത്വത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിന്, ദൈവമായി തന്നെ ഇരുന്നു കൊണ്ട് യേശുവിന് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ആ ദൈവത്വം ഉപേക്ഷിക്കാതെ തന്നെ ആ ദൈവത്വത്തോടൊപ്പം in addition to his deity,
he received a humanity. ആ ദൈവത്വത്തോടൊപ്പം ദൈവത്വം ഒട്ടും ഉപേക്ഷിക്കാതെ, എന്നാൽ ദൈവത്വത്തിന്റെ ചില അവകാശങ്ങളും പദവികളും മാത്രം മാറ്റിവെച്ചിട്ട്, സ്തോത്രം, മനുഷ്യത്വവും കൂടെ ഒപ്പം കൂട്ടി. അങ്ങനെ തന്റെ മനുഷ്യത്വത്തിൽ കർത്താവ് നമ്മുടെ എല്ലാ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചു. സ്തോത്രം. അത് യാഥാർത്ഥ്യമായിരുന്നു. അതാണ് യേശു ഇവിടെ പറഞ്ഞത്, ചർച്ച് അറ്റ് ഫിലഡൽഫിയ, ഐ ആം നോട്ട് ഓൺലി ഹോളി ബട്ട് ഓൾസോ ട്രൂ. ഞാൻ വിശുദ്ധൻ മാത്രമല്ല, ഞാൻ സത്യവാനും കൂടെയാണ്. സ്തോത്രം. ഞാൻ സത്യമാണ്. യേശുവിന്റെ ശുശ്രൂഷാകാലത്തും ഭൂമിയിൽ ജഡത്തിൽ വസിച്ചിരുന്ന സമയത്തും യേശു പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദ ട്രൂത്ത്. ഞാൻ തന്നെ സത്യം. സ്തോത്രം. സത്യം എന്ന് പറയപ്പെടുന്ന രണ്ട് പരാമർശങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്കുള്ളത്. ഒന്ന്, ദൈവത്തെ സത്യം എന്ന് വിളിക്കുന്നു. അതിൽ പിതാവും പുത്രനും ഉൾപ്പെടും. രണ്ട്, വചനത്തെ സത്യമെന്ന് വിളിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എഴുതപ്പെട്ട വചനത്തെയും ജഡമെടുത്ത വചനത്തെയും സത്യമെന്ന് സത്യവചനം വിളിക്കുന്നു. സ്തോത്രം. ബോത്ത് ദ റിട്ടൺ വേർഡ് ആൻഡ് ദ ലിവിംഗ് വേർഡ് ആർ അഡ്രസ്ഡ്, introduced, manifested, defined as the truth. സത്യം എന്ന നിലയിൽ ജഡമെടുത്ത വചനമായ ക്രിസ്തുവിനെയും എഴുതപ്പെട്ട വചനമായ തിരുവെഴുത്തുകളെയും സംബോധന ചെയ്യുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് യേശു പറഞ്ഞു, ഐ ഹാവ് കം ടു, ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? സത്യത്തിന് സാക്ഷ്യം പറവാൻ വന്നിരിക്കുന്നു. ഐ ഹാവ് കം ടു ബെയർ വിറ്റ്നസ് unto the truth. സ്തോത്രം. അപ്പോഴാ അദ്ദേഹം ചോദിച്ചത്, എന്തോ ഈ സത്യം? സാക്ഷാൽ സത്യമായവനാണ്, or the personification of the truth is the very person of Christ. നാം അതാണ് ഇന്നലെ കണ്ടത്. രണ്ട് പദങ്ങളെയാണല്ലോ നാം ഇന്നലെ കണ്ടത്. സ്തോത്രം. അലീഥീസ് എന്നും അലീഥിനോസ് എന്നും ഉള്ള രണ്ട് പദങ്ങൾ. സ്തോത്രം. അലേത്തസ് എന്നോ അലീഥീസ് എന്നോ അതിനെ വിളിക്കാറുണ്ട്, ലോങ് ഇ ആയതുകൊണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, അലേഥിനോസ്, അലീഥിനോസ്. സ്തോത്രം. ആദ്യത്തേത് വെറും ഒരു പ്രസ്താവനയാണ്, സത്യം. എന്നാൽ രണ്ടാമത്തേത് യാഥാർത്ഥ്യം. ഓപ്പോസിറ്റ് ടു ഇല്യൂഷൻ, ഇമാജിനേഷൻ, ഓപ്പോസിറ്റ് ടു മിത്ത്. ജീസസ് ഈസ് റിയൽ. യേശു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അതെ, വേദപുസ്തകത്തിലെ ദൈവം സങ്കല്പമല്ല.
ശില്പമല്ല, കൈപ്പണിയല്ല, ഭാവനയല്ല, ഐതിഹ്യമല്ല. സ്തോത്രം. ബൈബിളിലെ ദൈവം സത്യമാണ്. സ്തോത്രം. യേശുക്രിസ്തു സത്യവാനാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് ഈസ് റിയൽ. യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആസ്തിക്യമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് or the person of Christ is not a myth, not a mere human creation, but it is true, it's real. He is true. ദൈവത്തിന്റെ ആസ്തിക്യം ഭാവനാത്മകമല്ല, നിരീശ്വരവാദികൾ ചെയ്യുന്നത് പോലെ. കഴിഞ്ഞ ദിവസം ഒരു ഒരു പോസ്റ്റ് കണ്ടു. ഒരു പാർക്കിൽ, വിദേശത്താണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു പാർക്കിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു ബെഞ്ചിന്റെ മൂലയിൽ കാലും ഒക്കെ വെച്ച്, കണ്ണാടിയൊക്കെ വെച്ച്, അടുത്തിരിക്കുന്ന ആളിനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിമ. ആ പ്രതിമ യാഥാർത്ഥ്യം എന്നതുപോലെ അതിന്റെ അടുത്ത് ചെന്നിരുന്ന് ആ പ്രതിമയോട് സംസാരിക്കുന്ന ഒരു സ്ത്രീ. ഒരു നിരീശ്വരവാദി അതിന്റെ ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ്. ഇതൊരു പ്രതിമയെന്നറിയാതെ തന്നെ വളരെ ശ്രദ്ധിക്കുന്നു എന്ന ധാരണയിൽ ഈ സ്ത്രീ തൻ്റെ കഥയൊക്കെ ഈ പ്രതിമയോട് പറയുന്നു. അതുപോലെയാണ് ഈശ്വരവിശ്വാസികൾ ദൈവം ഉണ്ടെന്നും പറഞ്ഞ് സാങ്കല്പിക കഥാപാത്രത്തോട്, സാങ്കല്പിക ദൈവത്തോട് സങ്കടങ്ങൾ പറയുന്നതെന്ന്. നിരീശ്വരവാദികൾ ദൈവത്തെ വെറും ഒരു സങ്കല്പമെന്ന് കാണുമ്പോൾ, യോഹന്നാന്റെ കാലത്ത് ജീവിച്ചിരുന്ന പല ഈശ്വരവിശ്വാസികളും യേശുക്രിസ്തുവിനെ ഒരു സങ്കല്പമെന്ന് കണ്ടപ്പോൾ, യേശുക്രിസ്തു അക്ഷരീയമായി ഭൂമിയിൽ ജഡത്തിൽ വന്നിരുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ, യേശുക്രിസ്തു ദൈവസഭയോട് പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണകൾ പോലെ ഞാൻ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, ഞാൻ സത്യമാണ്, എൻ്റെ ആസ്തിക്യം യാഥാർത്ഥ്യമാണ്, അക്ഷരീകമാണ്. സ്തോത്രം. So the existence of God or the existence of Christ is true, then the person of God or Christ is also true. അപ്പോൾ യേശുവിൻ്റെ ആസ്തിക്യവും യേശുവിൻ്റെ വ്യക്തിത്വവും സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ യേശു പറയുകയാണ്. യേശു അത് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധത്തിലും, അതായത് പിതാവിനോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഈ കാര്യത്തെ വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് ആ ഭാഗം വിടാം. യേശു തന്നെ പിതാവിനെ കുറിച്ച് പിതാവിനോട് പറയുന്ന പ്രസക്തമായ ഒരു വാക്യമാണ് യോഹന്നാൻ 17:3. ജോൺ 17:3. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഏക സത്യ ദൈവമായ നിന്നെയും. പിതാവിനോട്, പിതാവിനെ കുറിച്ച് പുത്രൻ പറഞ്ഞ പ്രയോഗമാണ്. സ്തോത്രം. 3:33
യോഹന്നാൻ തന്നെ 3:33. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം സത്യവാൻ. യേശുക്രിസ്തു തന്നെ പിതാവിനെ പറ്റി പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. 7:28, 7:28 കൂടെ. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. സ്തോത്രം. പിതാവിനെ കുറിച്ച് പുത്രൻ ഇവിടെയും പറയുന്നു, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. രണ്ടർത്ഥത്തിലും നമുക്കത് സ്വീകരിക്കാം. അവന്റെ സാക്ഷ്യം സത്യം, അവന്റെ ആളത്വം യാഥാർത്ഥ്യം എന്ന അളവിൽ നമുക്ക് സ്വീകരിക്കാം. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതേപോലെ തന്നെ പറയുന്ന മറ്റു ചില വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എങ്കിലും യോഹന്നാൻ 1:9, 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുന്നു, സത്യ വെളിച്ചം. ഈ ലോകത്തിലേക്ക് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കാലവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ സത്യമായിരുന്നില്ല, ഈ വെളിച്ചമായിരുന്നില്ല. എന്നാൽ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. സ്തോത്രം. 14:6, 14:6 നമുക്ക് പരിചിതമായ വാക്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് തന്നെയുള്ള അവകാശ പ്രഖ്യാപനമാണ്. സ്തോത്രം. 7 I am sayings-നെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. യേശു ക്രിസ്തുവിന്റെ 7 ഞാനാകുന്നു എന്ന അവകാശ പ്രഖ്യാപനങ്ങൾ ഞങ്ങളുടെ കൊച്ചു ചർച്ചിൽ ഞായറാഴ്ച തോറും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ ഒരു ഭാഗമാണത്. 1-2 ആഴ്ചകളെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം സാധിച്ചില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ഞായറാഴ്ച മുതൽ ആ വിഷയം ഞങ്ങൾ തുടരും. 7 അവകാശ പ്രഖ്യാപനങ്ങൾ, I am sayings. അതിലൊന്നാണിത്, ഞാൻ തന്നെ സത്യം, വഴിയും സത്യവും ജീവനും. അതിൽ ഞാൻ തന്നെ സത്യം എന്ന ഇവിടുത്തെ 15:1 നമുക്ക് കാണാൻ സാധിക്കും. 15:1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. സാക്ഷാൽ മുന്തിരിവള്ളി, and the true vine. ഇംഗ്ലീഷിൽ ട്രൂ വൈൻ. സ്തോത്രം. ഒന്ന് യോഹന്നാൻ 2:8, 1 John 2:8. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. സ്തോത്രം. അഞ്ചിന്റെ 20 കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം നിർത്താം. 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അടുത്ത വാചകം കൂടെ. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. സ്തോത്രം. ഇവിടെ പിതാവിനെയും പുത്രനെയും യോഹന്നാൻ ഒരേപോലെ
സത്യം എന്ന് വിളിച്ചിരിക്കുന്നു. യേശു സത്യദൈവവും നിത്യജീവനും. ആ വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം ദൈവത്തെയും ക്രിസ്തുവിനെയും സത്യമെന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം ഇതാണ്. സ്തോത്രം. 2 അർത്ഥത്തിലും നമുക്കിവിടെ സ്വീകരിക്കാം. ഒന്ന്, അവൻ പറയുന്നത് സത്യം. സ്തോത്രം. 2, അവന്റെ ആളത്വം സത്യം. നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അവിടെ യേശുവിന് കൊടുത്തിട്ടുള്ള ഒരു പേര് കണ്ടായിരുന്നല്ലോ, വിശ്വസ്ത സാക്ഷി. വിശ്വസ്ത സാക്ഷി. സ്തോത്രം. അത് നമ്മൾ ഇന്നലെ ആദ്യം പറഞ്ഞ അലേത്തീസ് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ തന്നെ ഈ അർത്ഥത്തിൽ സ്വീകരിക്കാം. യേശു പറയുന്നത് സത്യം, പറഞ്ഞത് സത്യം. യേശുവിൻ്റെ ആസ്തിക്യം സത്യം, യേശുവിൻ്റെ വ്യക്തിത്വം യാഥാർത്ഥ്യം. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്കേറെ സന്തോഷിപ്പാനുള്ളത് നമ്മുടെ ദൈവം ഒരു സാങ്കല്പിക ദൈവമല്ലെന്നുള്ളത്. സ്തോത്രം. നമ്മുടെ ദൈവം സത്യദൈവമാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത, സ്തോത്രം, ഇവയെല്ലാം നശിച്ചാലും നശിച്ചു പോകാത്ത, സ്തോത്രം, ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമുക്കേറെ അഭിമാനം തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്. ഇനി ആ ദൈവം, ഞങ്ങൾ ഈ പ്രസംഗകര് ഈ ഉണർവെന്നുള്ളത് ഇൻവെർട്ടർ കോമയിലിട്ടാണ് കേട്ടോ. ഉണർവ് ഉണ്ടാക്കുന്നത് ഈ വിഷയം തന്നെ ഞങ്ങൾ പറയുകയാണെന്നിരിക്കട്ടെ. യേശു സത്യവാൻ അല്ലെങ്കിൽ സത്യം. ഞങ്ങൾ കൂടുതലും പറയുന്നത് യേശുവിൻ്റെ ആളത്വം സത്യം എന്നതിനേക്കാൾ യേശു പറഞ്ഞത് സത്യം എന്നതിനായിരിക്കും ഊന്നൽ കൊടുക്കുക. ഇപ്പൊ ഒരു സാധാരണ കൺവെൻഷൻ പ്രസംഗകനായിട്ടോ ഉപവാസ പ്രാർത്ഥനയിലെ പ്രസംഗകനായിട്ടോ ഒക്കെ ഞങ്ങള് നിൽക്കുകയാണെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത് യേശു പറഞ്ഞത് സത്യം. എന്നിട്ട് എന്തോ പറഞ്ഞ കാര്യമാ കൊണ്ടുവരുന്നത്. നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ കാര്യം. നീ വായ്പ വാങ്ങാൻ ഇടവരുത്തത്തില്ല, പിന്നെ സകലജാതികൾക്ക് നീ വായ്പ കൊടുക്കും എന്ന് പറഞ്ഞ കാര്യം. ഇങ്ങനെ കുറെ നമ്മുടെ വികാരങ്ങളെ ഇളക്കി വിടുന്ന കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞതൊക്കെ അവൻ സത്യവാനാണ്, ഭോഷ്ക് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറയാൻ ഉണ്ടല്ലോ. ഞങ്ങൾക്കിവിടെ ഒരു സാധനമൊക്കെ ഉണ്ട്, ഒരു വൈബ്രേറ്റർ ഒക്കെ ഉണ്ട്. വൈബ്രേറ്റർ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങള് ഇലാസ്റ്റിസിറ്റിയിൽ ഒന്ന് നീട്ടി പിടിക്കും. ആ നീട്ടി പിടിക്കുമ്പോഴാണ് വൈബ്രേഷനും കൂടി ഇടുമ്പോൾ കേൾക്കുന്നവർക്കും ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടുത്തെ കാര്യം തീർച്ചയായും യേശു സത്യവാനാണ്, ഭോഷ്ക് പറയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഒരിക്കൽ ഊവെന്നും ഒരിക്കൽ ഇല്ലെന്നുമല്ല, വാക്കുമാറ്റി പറഞ്ഞില്ല. അത് പൗലോസ് പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയാ. പക്ഷെ ഇവിടെ യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് വാക്കു പറഞ്ഞാൽ മാറാതെ പ്രവചനങ്ങളൊക്കെ വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല. അതിലും ഉപരിയായിട്ടുള്ള സത്യമാണ് യേശുവിൻ്റെ ആളത്വം സത്യം എന്നുള്ളത്.
സ്തോത്രം. അത് തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുകയും നമ്മൾ ആത്മീയ പക്വത പ്രാപിക്കുകയും ചെയ്യണം. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പൗലോസ് വിളിക്കുന്നത് ഭോഷ്ക് പറയാത്ത ദൈവം എന്നല്ല, കഴിയാത്ത ദൈവം, കഴിയാത്ത ദൈവമെന്നും തീത്തോസിൽ പറയുന്നത് ഭോഷ്ക് ഇല്ലാത്തത്, ഇല്ലാത്ത ദൈവം. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ഭോഷ്ക് പറയാനൊക്കാത്ത ദൈവം. അത് തന്നെയാണ് തീത്തോസിൽ പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, ഭോഷ്ക് ഇല്ലാത്ത ദൈവം. ആ ഭോഷ്ക് ഇല്ലാത്ത ദൈവം നമുക്ക് എന്തിന്റെ വാഗ്ദത്തമാ തന്നിരിക്കുന്നത്? എന്തോ വാഗ്ദത്തമാ തന്നിരിക്കുന്നത്? അവിടെ തന്നെ ഉണ്ട്, തീത്തോസ് 1:2 ഭോഷ്ക് ഇല്ലാത്ത ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവന്റെ വാഗ്ദത്തമാ. അല്ലാതെ നമ്മളെ ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രത്തിലേക്ക് കയറ്റി അയക്കാമെന്നുള്ള വാഗ്ദത്തം അല്ല. സ്തോത്രം. ഏതൊരു സമ്പന്ന രാഷ്ട്രത്തിലും അല്ലെങ്കിൽ സമ്പന്നതയുടെ ഉത്തുംഗതയിലും തരാൻ കഴിയുന്നത്, എവിടെയും തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതിനിപ്പം ഇന്നിടത്ത് പോകണമെന്നോ ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ വ്യാജം പറയാത്ത, പറയാനൊക്കാത്ത, ഭോഷ്ക് ഇല്ലാത്ത, ഭോഷ്ക് പറയാൻ കഴിയാത്ത ദൈവം, സത്യം മാത്രം പറയുന്ന, പറഞ്ഞതെല്ലാം അപ്പടിയെ നിവർത്തിക്കുന്ന ദൈവം. സ്തോത്രം. നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം നിത്യജീവന്റെ വാഗ്ദത്തമാണ്. നമുക്കതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയല്ല. ഈ നിത്യജീവന്റെ വിഷയത്തിൽ അവൻ ഭോഷ്കില്ലാത്തവനാണെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ, താൽക്കാലിക ജീവിതത്തിന്റെ അവസ്ഥകളിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആശ്രയിച്ചുകൂടാ? സ്തോത്രം. പക്ഷേ അമിത പ്രാധാന്യം നൽകേണ്ടത് ഭൗതികത്തിനല്ല, നിത്യജീവൻ എന്ന വാഗ്ദത്തത്തിനാണ്. സ്തോത്രം. അപ്പോൾ അതിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ ദൈവം ആളത്വത്തിലും വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും സത്യമാണെന്നുള്ളത്. സ്തോത്രം. കാരണം ലോകത്തിലുള്ള മറ്റെല്ലാ ദൈവങ്ങളും വെറും സങ്കല്പങ്ങൾ മാത്രമായിരിക്കുമ്പോൾ, ഇൻഫീരിയർ ഗോഡ്സ് ആയിരിക്കുമ്പോൾ, മനുഷ്യന്റെ ഭാവന സൃഷ്ടികൾ മാത്രമായിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ഭാവന സൃഷ്ടിയും സങ്കല്പവുമല്ല നമ്മുടെ ദൈവം എന്ന തിരിച്ചറിവാണ് നമ്മുടെ അകത്ത് ആഴത്തിൽ ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സിംപ്ലി, സരളമായി പറഞ്ഞാൽ, അവർ ഗാഡ് എക്സിസ്റ്റ്. നമ്മുടെ ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ എഴുത്തുകാരൻ പറഞ്ഞത് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ദൈവം ഉണ്ട് എന്ന്. സ്തോത്രം. ഏറ്റവും ആദ്യത്തെ നമ്മുടെ വിശ്വാസം ദൈവം ഉണ്ട് എന്ന വിശ്വാസമായിരിക്കണം. പറഞ്ഞതൊക്കെ പിന്നത്തെ കാര്യം, പറഞ്ഞതൊക്കെ നിവർത്തിക്കുന്നത് പിന്നത്തെ കാര്യം. പ്രൈസ് ഗോഡ്. ദൈവമുണ്ട്. ഇന്നും ഒന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഏടുകളിൽ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ മടക്കുകളിൽ, ചില സംഭവങ്ങളിലൊക്കെ മുമ്പിൽ
ദൈവമുണ്ടോ, ദൈവം ഇല്ലേ എന്നൊക്കെ സംശയിക്കുന്ന അവസ്ഥകൾ നമുക്കൊക്കെ വന്നിട്ടുണ്ടാകാം അല്ലെ? സ്തോത്രം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ആ പിശകിനെ തിരുത്തി തരിക, ആ സംശയത്തെ മാറ്റി തരിക. ദൈവമുണ്ടോ എന്ന സംശയം, ദൈവം ഇല്ലേ എന്ന ചിന്ത നമ്മിലാരിലും ഉണ്ടാകരുത്. സ്തോത്രം. വ്യക്തതയോടെ തിരുവെഴുത്ത് പറയുന്നു, യേശു ഉണ്ട്, അവൻ സത്യവാൻ. സ്തോത്രം. അവൻ വിശ്വസ്ത സാക്ഷി. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാം പ്രതീക്ഷിക്കുന്നത് പോലെ സഭയുടെ ഭരണചക്രം തിരിഞ്ഞില്ലെങ്കിലും, രാഷ്ട്രീയ ഭരണചക്രങ്ങൾ തിരിഞ്ഞില്ലെങ്കിലും, ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ പ്രതീക്ഷകൾ പോലെയും പ്രാർത്ഥനകൾ പോലെയും അല്ലെങ്കിലും സംശയിക്കരുത്. സ്തോത്രം. സ്റ്റിൽ അവർ ഗാഡ് ഈസ് അറ്റ് വർക്ക്. നമ്മുടെ ദൈവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പ്രൈസ് ഗാഡ്. സ്തോത്രം. അവൻ ഇല്ലാതെയായിട്ടില്ല, തൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞു പോയിട്ടില്ല. യെശയ്യാ 6-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു പ്രയോഗമുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ, സ്തോത്രം, ഏറ്റവും ദീർഘവർഷങ്ങൾ ഭരണം നടത്തിയ രാജാവ്, ജനത്തിന് വളരെ ഫലപ്രദമായ രീതിയിൽ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയ ജനപ്രിയനായ രാജാവ്. വേറെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി, അത് നമുക്കറിയാം. കുഷ്ഠരോഗിയായി തനിക്ക് അകത്ത് ഐസൊലേഷനിൽ കിടക്കേണ്ടി വന്നു. കൊറോണ സമയത്ത് നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നെങ്കിലും ഏതാണ്ട് 1/2 നൂറ്റാണ്ടിലധികം ഭരണം നടത്തിയ, ഒത്തിരി നല്ല ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടത്തിയ ജനപ്രിയനായിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ഭയങ്കര ശൂന്യത ഉണ്ടായി. അങ്ങനെയാണല്ലോ ചില വ്യക്തികൾ, ഞാനല്ലാതെ വേറെ ആരും ഇല്ല, ഞാനല്ലാതെ മറ്റൊരാൾ വന്നാൽ ശരിയാകത്തില്ല എന്നൊരു ഒരു ഒരു എന്താണ് പറയുന്നത്, അവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കും. അത് സഭാതലങ്ങളിലും ഉണ്ട്, രാഷ്ട്രീയ തലങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പം പലരും ചിന്തിക്കും, അയ്യോ ഈ പുള്ളി പോയാൽ ഇനി ആരാ? അങ്ങനത്തെ ഒരു ചിന്താഗതിയിലായിരുന്നു അന്ന്. ഉസിയാവ് മരിച്ചു, ഇനിയിപ്പോ ആരാ? സ്ഥാനം ഒഴിഞ്ഞല്ലോ, ഇനി വേറെ ആരും വന്നാൽ, ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇനി വേറെ ആര് വന്നാൽ ഇദ്ദേഹത്തിന്റെ ആ ഒഴിവ് നികത്താൻ പറ്റും എന്നൊക്കെ പ്രവാചകൻ പോലും ചിന്തിച്ച് ആകുലപ്പെട്ട സമയം പ്രവാചകൻ കാണുന്നു, സ്വർഗത്തിലൊരു സിംഹാസനമുണ്ട്. യെരുശലേമിലെ സിംഹാസനമേ ഒഴിഞ്ഞിട്ടുള്ളൂ, സ്വർഗത്തിലെ സിംഹാസനം ഇപ്പോഴും ഒക്കുപ്പൈഡാണ്, ഇപ്പോഴും അതേ ആളുണ്ട്, അതേലിരുന്നയാൾ മരിച്ചിട്ടില്ല. അത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനമാണ്, ഏറ്റവും ഉയരത്തിലെ സിംഹാസന. സ്തോത്രം. മെസ്സേജ് മനസ്സിലായോ? സ്തോത്രം. ഉസിയാവേ പോയിട്ടുള്ളൂ, ദൈവം മരിച്ചിട്ടില്ലെന്ന്. ഉസിയാവുമാർക്കേ മരിക്കാൻ പറ്റൂ, ദൈവം മരിക്കുകയുമില്ല. ഭൂമിയിലെ സിംഹാസനങ്ങൾ മാത്രമേ ഒഴിഞ്ഞു കിടക്കൂ, സ്വർഗീയ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നില്ല. ദാറ്റ് സ്റ്റിൽ ഓക്കുപൈഡ്. അതിപ്പോഴും നിറഞ്ഞു നിൽക്കുക. അതേറ്റവും ഉയർന്ന സിംഹാസനമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത കാര്യങ്ങൾ പോയില്ലെന്ന് കരുതി ദൈവം എവിടെയാണെന്നൊന്നും പോയി ചോദിക്കണ്ട. സ്തോത്രം. ദൈവം ഇപ്പോഴും തൻ്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലുണ്ട്. അവൻ സിംഹാസനം ഒഴിഞ്ഞിട്ടില്ല.
ആ സിംഹാസനത്തിൽ മറ്റാരെയും ഇരുത്തുകയുമില്ല. ആ സിംഹാസനം കർത്താവ് ആരുമായും പങ്കുവയ്ക്കുകയുമില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതുകൊണ്ട് നമ്മെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കേണ്ടത്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ കൈകൾ പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വാക്ക് തന്ന എൻ്റെ ദൈവം, അവൻ സത്യമാണ്, അവൻ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അവൻ ഉണ്ട്, അവൻ ഉണ്ടായിരുന്നു, അവൻ ഇപ്പോഴും ഉണ്ട്, അവൻ എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആശങ്കകളും നമ്മുടെ ആകുലതകളും ഒക്കെ വെടിയാം. ദൈവം ഉണ്ട് എന്ന ഉറപ്പോടെ ധൈര്യമായിട്ടിരിക്കാം. സ്തോത്രം. ധൈര്യമായിട്ടിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് വിശുദ്ധനും സത്യവാനും എന്നതിൻ്റെ അർത്ഥം. അതെ, നാം കണ്ടു, പിതാവിനെ സത്യം എന്ന് വിളിച്ചിരിക്കുന്നു, പുത്രനെയും സത്യം എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെയും എന്തു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ ആത്മാവ്. സത്യത്തിന്റെ ആത്മാവ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. സത്യാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. സ്തോത്രം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സത്യം എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ദൈവവചനത്തെയും എന്ത് വിളിച്ചിട്ടുണ്ട്? സത്യം. യോഹന്നാൻ 17:17. വേറെയും ഭാഗങ്ങളുണ്ട്. യോഹന്നാൻ 17:17, 17 ഓഫ് ജോൺ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അതെ, നിന്റെ വചനം സത്യമാകുന്നു. അതും ഈ രണ്ടർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാം. വചനം പറഞ്ഞിരിക്കുന്നത് വിശ്വാസ്യമാണ്, സത്യമാണെന്ന അർത്ഥത്തിലും, അതും സുസ്ഥിരമാണെന്ന അർത്ഥത്തിലും. സ്തോത്രം. യേശുക്രിസ്തു സത്യമാണ്. ദൈവഭക്തിയുടെ മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ അലിസാൻഡി വായിച്ച വാക്യം 1 തീമോത്തിയോസ് 3:16 വാക്യത്തിൽ പറയുന്നുണ്ടത്. And without controversy, great is the mystery of godliness. God was manifest in the flesh, justified in the spirit, seen of angels, preached unto the Gentiles, believed on in the world, received up into glory. Praise God. നമുക്കതിലൊരു ഭാഗം മതി. The mystery of godliness. ദൈവഭക്തിയുടെ മർമ്മം. യേശുക്രിസ്തുവിന്റെ ഒരു പേരാണ് ദൈവഭക്തിയുടെ മർമ്മം. സ്തോത്രം. എന്താണത്? അതായത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സുവിശേഷത്തെ മുഴുവനും കൂടെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു വാക്യമായത്. The smallest words containing the whole or the full gospel. പൂർണ്ണ സുവിശേഷം ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ വാക്യമാണിത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. God manifested in the flesh. എത്ര മനോഹരമായിരിക്കുന്നത്. ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം.
manifested in the flesh. It is the reality. He is real. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സരളമായിട്ട് പറഞ്ഞു വിടുന്ന വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന യേശു എന്ന വ്യക്തി സത്യമാണ്. അങ്ങനെ തന്നെ ഉള്ളവനാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആത്മരൂപിയായിരുന്നവൻ, സൂക്ഷ്മരൂപിയായിരുന്നവൻ, അശരീരിയായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഒരു സ്ഥൂല ശരീരത്തിൽ, ഒരു ഭൗതിക ശരീരത്തിൽ അവൻ വെളിപ്പെട്ടു. ആ ശരീരം പണ്ടേ ഒരുക്കി വെച്ചിരുന്ന ശരീരമാണ്. അതാ എബ്രായർ 10:5 പറയുന്നത്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരുന്നു. സ്തോത്രം. ഈ സത്യമായ ദൈവത്തെ നമുക്ക് നമ്മുടെ കർത്താവായി, നമ്മുടെ സഹോദരനായി, നമ്മുടെ ദൈവമായി ലഭിച്ചല്ലോ. നമ്മുടെ ഭാഗ്യമൊക്കെ ഇതിലാകട്ടോ. നമ്മുടെ സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും കഴിവുകളിലും ഒന്നിലുമല്ല. നമ്മുടെ അഭിമാനം, സ്തോത്രം, ഈ ദൈവത്തിലാണ്. ഈ സത്യമായ യാഥാർത്ഥ്യമായ ദൈവത്തിലാണ്. സ്തോത്രം. He is the superior God. He is the real God against all inferior gods and myths. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ഫിലദൽഫിയ സഭയ്ക്ക് തന്നെ താൻ വെളിപ്പെടുത്തുന്നു. 1, താൻ വിശുദ്ധൻ. 2, സ്തോത്രം, താന് സത്യം അല്ലെങ്കിൽ സത്യവാൻ. 3-ാമത്തെ പരിചയപ്പെടുത്തലാണ് നാം 7-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നു. One who holds the key of David. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. സ്തോത്രം. ദാവീദിന്റെ താക്കോൽ. താക്കോൽ എന്തിനെ കാണിക്കുന്നു? അധികാരത്തെ കാണിക്കുന്നു, നിയന്ത്രണത്തെ കാണിക്കുന്നു, അവകാശത്തെ കാണിക്കുന്നു. സ്തോത്രം. So key shows or represents authority, control, right. സ്തോത്രം. പ്രിവിലേജ്, പദവി. സ്തോത്രം. അധികാരത്തെ കാണിക്കുകയാണ് ഇവിടെ. ദാവീദിന്റെ താക്കോൽ എന്ന പ്രയോഗം, it is a proof or a very authoritative declaration of Jesus' messiahship. The first 2 declarations as holy and true are his rightful declarations that he is God. And here the 3rd declaration that he holds the key of David is declaring, is proclaiming that he is the Messiah. Messianic right.
ഒന്നാമത്തെയും രണ്ടാമത്തെയും പരാമർശങ്ങൾ വിശുദ്ധനും സത്യവാനും എന്നുള്ളത് യേശുവിന്റെ ദൈവത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ എന്ന് പറയുന്നത് യേശുവിന്റെ മശിഹാത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. യേശു മശിഹ എന്ന പ്രഖ്യാപനം. അതാണ് ദാവീദിന്റെ താക്കോൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐശയ്യ 22:22, യെശയ്യ 22:22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. പഴയ നിയമത്തിലെ പൗലോസ്ലിഹായായ യെശയ്യാവ്, പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് വിളിക്കപ്പെടുന്ന യെശയ്യാവ്. സ്തോത്രം. പഴയ നിയമത്തിലെ അപ്പോസ്തോലൻ എന്ന് അപരനാമമുള്ള പ്രവാചകൻ. ഇവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. മശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. സ്തോത്രം. Again, the key of David shows Jesus' rightful authority to be the king. യേശുക്രിസ്തു ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഉള്ളവൻ എന്ന അവകാശവാദം, താൻ ഭരിക്കുവാൻ അധികാരമുള്ളവൻ, ഭരണാധിപൻ, രാജാവാകാൻ അധികാരമുള്ളവൻ എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. തന്റെ രാജത്വത്തെയാണ് അതിവിടെ കാണിക്കുന്നത്. സ്തോത്രം. മശിഹാത്വത്തെയും രാജത്വത്തെയും ഇവിടെ കാണിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു. Yeah, Jesus is depicted as the seed of David in the very first verse of the New Testament. സ്തോത്രം. പുതിയ നിയമത്തിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശുവിനെ ദാവീദിന്റെ പേരും കുടുംബവും രാജവംശവുമായി ചിത്രീകരിച്ചിരിക്കുന്നത് യേശുവിന്റെ ഭരണ അവകാശത്തെ കുറിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഭരണ അവകാശത്തെ. അതുകൊണ്ടാണ് ഒന്നിലധികം സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ദാവീദിനോട് ദൈവം തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തു. എന്തുവാ ദാവീദിനോട് തന്റെ വിശുദ്ധിയെ ചൊല്ലി ദൈവം സത്യം ചെയ്തത്? നിങ്ങളും കൂടെ പോരെന്ന്. ഇന്നധികം സംസാരിച്ചില്ലല്ലോ നിങ്ങൾ ആരും. എന്റെ സിംഹാസനം തിരിപ്പാൻ ആരുമില്ലാതെ വരികയില്ലെന്ന്. ആമേൻ. 2 രാജാക്കന്മാർ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. സ്തോത്രം. ദാവീദിന്റെ സിംഹാസനം നിത്യ സിംഹാസനം അഥവാ രാജത്വമായിരിക്കും എന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. ദാറ്റ് ഇസ് ദ ഡേവിഡിക് കവനന്റ്. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. ദേവാലയം പണിയുന്ന ഒരാവശ്യമായിരുന്നു പ്രവാചകനോട് ദാവീദ് ഉന്നയിച്ചത്.
പക്ഷേ ദൈവം ദേവാലയം നീ പണിയണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം അവന്റെ ഗൃഹം പണിയുന്ന കാര്യത്തെക്കുറിച്ച് വാഗ്ദത്തം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായം എടുത്ത് പാട്ടൊക്കെ പാടാറുണ്ട്, ഞാനും എൻ്റെ പിതൃ ഗൃഹവും എന്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. സ്തോത്രം. അപ്പം സ്ഥിരമായ ഒരു സിംഹാസനം, സ്ഥിരമായ ഒരു സിംഹാസനം. സ്തോത്രം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലുണ്ട്, അതിൻ്റെ 13-ാമത്തെ 12-ാമത്തെ വാക്യം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അടുത്ത വാക്യം. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. രണ്ടർത്ഥങ്ങളുണ്ട്. ശലോമോന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെന്റ്, അന്നേരം നടന്ന നിവർത്തീകരണമുണ്ട്. അതോടൊപ്പം എന്നേക്കും സ്ഥിരമാക്കും എന്നുള്ളത് വരുവാനുള്ള ഒരു സന്തതിയെ കുറിച്ചാണ്. സ്തോത്രം. താഴോട്ട ഭാഗങ്ങളിൽ വായിക്കുമ്പോഴാണ് ദാവീദിന്റെ സന്തതി, ദാവീദ് പുത്രൻ എന്ന പ്രയോഗമൊക്കെ അർത്ഥവത്തായിത്തീരുന്നത്. സ്തോത്രം. ദാവീദ് പുത്രൻ, അത് ഒരു മെസ്സിയാനിക് ടൈറ്റിലാണ്. സ്തോത്രം. ഒരു മെസ്സിയാനിക് ടൈറ്റിൽ, ഒരു മശിഹായുടെ എന്താണ് പറയുന്നത്, പദവിയാണത്. ഒരു പര്യായ വാക്കാണ്. സ്തോത്രം. ദാവീദ് പുത്രൻ എന്നുള്ളത്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ, യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ അന്ധന്മാരുൾപ്പെടെയുള്ളവർ യേശുവിനെ വിളിച്ചത് ദാവീദ് പുത്ര എന്നായിരുന്നുവല്ലോ. ദാവീദ് പുത്ര എന്നായിരുന്നു. യാ, സ്തോത്രം. സ്തോത്രം. കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 32-ാമത്തെ വാക്യം. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുത്തു. സ്തോത്രം. അടുത്ത വാക്യം കൂടെ. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. സ്തോത്രം. ഇത് ശലോമോനെ കുറിച്ച് അല്ല. ശലോമോന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടായി. അവന്റെ രാജ്യകാലം കഴിഞ്ഞപ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അവന്റെ പിതാവായ ദാവീദിന് പകരം അവൻ രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അല്ലെ ഭരണത്തിന് അവസാനമുണ്ടാകുകയില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ എന്നതിന്റെ അർത്ഥം പരമാധികാരമുള്ള രാജാവായ മശിഹ എന്നാണ്. So Christ is presenting himself here to the church at Philadelphia as the sovereign king, the eternal king in the Davidic line,
who is the Messiah. സ്തോത്രം. യഹോവയുടെ പകരക്കാരനായി ഭരണം നടത്തുന്നവനാണ് മശിഹ. Messiah is the one king that rules on behalf of Yahweh the Lord. സ്തോത്രം. യഹോവയായ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഭരിക്കുന്നവൻ ആണ് മശിഹ. അതുകൊണ്ട് ആ 2-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എന്ന് പറഞ്ഞാൽ അവന്റെ മശിഹായിക്കുമെതിരായി ഈ ലോകത്തിലെ ജാതികൾ, രാജാക്കന്മാർ കൂടിയാലോചിക്കുന്നു, കലഹിക്കുന്നു എന്നൊക്കെ നാം വായിക്കുന്നത്. സ്തോത്രം. യഹോവയുടെ പകരക്കാരനായി സ്തോത്രം ഭരിക്കുന്നവൻ. സ്തോത്രം. 1-ാം ആദമായ ആദത്തെ ദൈവം സൃഷ്ടിച്ചാക്കിയത് സൃഷ്ടാവായ ദൈവത്തിന്റെ പകരക്കാരനായി സൃഷ്ടികളുടെ മേൽ ആധിപത്യം നടത്താനായിരുന്നു. പക്ഷേ അവൻ പാപം ചെയ്തു, ആ അവസ്ഥയിൽ നിന്നും വീണുപോയി. ഇവിടെ ഇതാ ഒടുക്കത്തെ ആദാമായ യേശുവിനെ ഒരു ശരീരം കൊടുത്ത് മനുഷ്യത്വത്തിൽ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. 1-ാം ആദാമിന്, ആദ്യത്തെ ആദാമിന് സാധിക്കാതെ പോയതെല്ലാം അതിന്റെ സമ്പൂർണതയിൽ തികച്ചെടുക്കുന്നത് ഈ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിലൂടെയാണ്. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്, ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ. സ്തോത്രം. വെളിപ്പാട് 5:5 നമ്മൾ വായിക്കുന്നു. റെവലേഷൻ 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. റൂട്ട് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ വേരായവൻ. 22:16, 22:16. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും ആകും. The root of David and offspring of David. ദാവീദിന്റെ വേരും വംശവും ആയവൻ. സ്തോത്രം. ഇവിടെ യേശു തന്നെത്താൻ മശിഹയായിട്ട്, ഭരണം നടത്തുന്നവനായിട്ട്, യഹോവയുടെ പകരക്കാരനായി തൻ്റെ ജനത്തെയും ലോകത്തെയും ഭരിക്കുന്നവനായിട്ട് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവിനെ കുറെ കൂടെ ആഴത്തിലൊന്നറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഭയങ്കര വെളിപ്പാടുകളാണ് ഉള്ളത്. സ്തോത്രം. നിർഭാഗ്യവശാൽ പലരും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കള്ളക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് കൂടുതലും ഇവിടെ പറയുന്നത്. ഈ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും പ്രസംഗിക്കുന്നിടത്തും കള്ളക്രിസ്തുവിനെ കുറിച്ച്, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാണ് നമ്മൾ കേൾക്കാറ്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അത് കേൾക്കാൻ. എന്നോടും ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ എടുക്കാൻ നേരം എതിർ ക്രിസ്തുവിനെ കുറിച്ചും 666 കുറിച്ചും ഒക്കെ ശരിക്കൊന്ന് പറഞ്ഞേക്കണേ. എന്തുകൊണ്ടോ എനിക്ക് അതിന് വലിയ താല്പര്യം തോന്നിയിട്ടില്ല.
ഞാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് കൂടുതൽ പറയാറ്. അതിന് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചാലും കൊള്ളാം, അന്ത്യകാല ശാസ്ത്രം, കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും പഠിപ്പിച്ചാലും ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാനുള്ളത്. കാരണം നമ്മുടെ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയും തോറും നമുക്ക് അവനോട് സ്നേഹവും ആരാധനയും ഭക്തിയും ഒക്കെ വർദ്ധിക്കും. സ്തോത്രം. അത് നമ്മെ കർത്താവിനെ പോലെ അധികമാകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെയാകാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.